ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ വിവിധങ്ങളായ ആത്മീയ ശുശ്രൂഷകളിലൂടെ നിർവഹിക്കുവാനായി ഇടവക ഒരുങ്ങുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവികരായ പിതാക്കന്മാർ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ കുറുപ്പമ്പടി ദേശത്ത് ഒരു ദേവാലയം സ്ഥാപിക്കുകയും തുടർന്ന് അനേക ആയിരങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതകളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധമായ പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നു. ഈ പരിശുദ്ധ ദേവാലയത്തിൽ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഏറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥ മുഖാന്തരമായി അനേകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓരോ പെരുന്നാളുകളിലും പരിശുദ്ധ അമ്മയുടെ സൂനോറോ പ്രതിമാസ പെരുന്നാളിലും അനേക ആയിരങ്ങൾ വരികയും നേർച്ച കാഴ്ചകളോട് സംബന്ധിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് മക്കളെ ലഭിച്ചതായും ജീവിത പ്രതിസന്ധികൾ മാറിയതായും അതുപോലെ രോഗികൾക്ക് രോഗസൗഖ്യം ലഭിച്ചതായും വിദ്യാഭ്യാസം നടത്തുന്നതായ കുട്ടികൾക്ക് അവരുടെ ഉന്നതമായ വിജയത്തിനും വിദേശത്തൊക്കെയും പോകുവാനുള്ളതായ അവസരങ്ങളൊക്കെയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരമായിട്ട് ലഭിച്ച നേർസാക്ഷ്യങ്ങൾ ഇടവേക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാലങ്ങളൊക്കെയും ഈ പരിശുദ്ധ ദേവാലയത്തിൽ ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് പരിശുദ്ധൻ അമ്മയുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹിച്ചു വരുന്നു. ഈ പരിശുദ്ധ ദേവാലയത്തിൽ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും എഴുന്നള്ളി വന്നിട്ടുള്ളതായ പരിശുദ്ധ പാത്രികസ്യന്മാരായ പിതാക്കന്മാർ ഈ ദേവാലയത്തിൽ എഴുന്നള്ളി വന്ന് ഇവിടെ താമസിക്കുകയും ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ചു വന്നിട്ടുള്ളതും ആണ്. പരിശുദ്ധനായ ഏരിയാസ്ത്രീതൻ പാത്രികീസ് ബാവ ഈ പരിശുദ്ധ ദേവാലയത്തിൽ എഴുന്നള്ളി വരികയും കുറുപ്പമ്പടി സുന്നകദോസ് എന്ന പേരിൽ ഒരു സുന്നകദോസ് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് കൂടുകയുണ്ടായി. അതുപോലെ തന്നെ പരിശുദ്ധന്മാരായ യുയാക്കിമാർ കൂറിലോസ്, ഒസ്താത്യോസ് ലീബ ബാവ, അന്ത്രയോസ് ബാവ, പരിശുദ്ധനായ പരിമല തിരുമേനി തുടങ്ങിയതായ പരിശുദ്ധ പിതാക്കന്മാർ ഈ ദേവാലയത്തിൽ ദീർഘകാലം താമസിക്കുകയും ഇവിടെ പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ജനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സുഗന്ധം വമിക്കുന്ന പുഷ്പം എന്നാണ് പരിശുദ്ധ മാതാവിനെ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് ഈ ലോകത്തിൽ നിന്ന് മരണമുഖാന്തരം മാറ്റപ്പെട്ട് സ്വർഗീയ ദൂതന്മാരാൽ പരിശുദ്ധ മാതാവിനെ എടുത്തുകൊണ്ടു പോകുമ്പോൾ പരിശുദ്ധനായ മോർ തോമാസ് ലീഹ ഇന്ത്യയിൽ നിന്നും അമ്മയുടെ കബറടക്കത്തിനായിട്ട് ചെന്നു എന്നും ആ സ്വർഗ യാത്രയിലുള്ളതായ സമയത്ത് പരിശുദ്ധ മാതാവ് തൻ്റെ അരയിൽ കിട്ടിയിരുന്നതായ ഇടക്കെട്ട് തോമാസ് ലീഹായ്ക്ക് വേണ്ടി നൽകുകയും അത് അന്ത്യോക്യ സിംഹാസനത്തിൽ സൂക്ഷിക്കുകയും തുടർന്ന് അതിൻ്റെ ഒരു അംശം ഈ പരിശുദ്ധ ദേവാലയത്തിന് പരിശുദ്ധ പിതാവ് നൽകുകയും അത് ഇവിടെ സ്ഥാപിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. 2004 ഇത് സ്ഥാപിക്കുവാനായിട്ട് ഇടയായത്. അന്നു മുതൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇടക്കെട്ടിൻ്റെ അംശം സൂനോറോ സ്ഥാപിച്ചതിന് ശേഷം അനേക ആയിരങ്ങൾക്ക് ഈ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ലഭ്യപ്പെടുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ സഭയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കുന്ന ഒരു നോമ്പാണ് സൂനോയോ നോമ്പ്. ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് അനുഷ്ഠിക്കുന്നതായ സൂനോയോ നോമ്പിൽ ഈ ഇടവക ഒന്നടങ്കം അതിൽ പങ്കെടുക്കുകയും തുടർന്ന് അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ പ്രധാന ദിവസമായ ഓഗസ്റ്റ് മാസം 15-ാം തീയതി വിവിധ ദേശങ്ങളിൽ നിന്ന് അനേക ആയിരം ആളുകൾ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പതിവാണ്. അത് ഇന്ത്യയിലും അതുപോലെ കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നുമൊക്കെയും 10,000-കണക്കിന് ആളുകളാണ് പരിശുദ്ധ ദേവാലയത്തിലേക്ക് വരികയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ലഭ്യപ്പെടുകയും ചെയ്യുവാനായിട്ട് ഇടയാകുന്നത്. പരിശുദ്ധ അമ്മയുടെ ശ്രേഷ്ഠത നാം പരിശോധിക്കുമ്പോൾ കർത്താവ് തൻ്റെ അമ്മയുടെ യാതൊരു ആവശ്യങ്ങളും നിരാകരിക്കുന്നില്ല എന്ന് പരിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൽ അഭയപ്പെടുമ്പോൾ എല്ലാവരെയും കർത്താവ് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരമായി അനുഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധ ദേവാലയത്തിലും ഈ പെരുന്നാൾ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ വിവിധങ്ങളായ ആത്മീയ ശുശ്രൂഷകളിലൂടെയും ധ്യാനയോഗങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെയും നിർവഹിക്കുമ്പോൾ വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു വരുന്ന അനേകർക്ക് അത് പ്രയോജനകരമായി തീരുന്നു, അനുഗ്രഹകരമാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പെരുന്നാളിൻ്റെ നല്ല നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അനേകം ആളുകൾ സ്വമേധയാ അതിലേക്ക് വരികയും ഇതിന് നല്ല പ്രവർത്തനങ്ങൾക്കായിട്ട് ഇതിനെ ഏറ്റവും വിജയകരമാക്കി തീർക്കുവാൻ, ഏറ്റവും പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ തക്ക വിധത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഓഗസ്റ്റ് മാസം 10-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാനയോടുകൂടെ പെരുന്നാളിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് കൊടി കയറ്റുകയും തുടർന്ന് പകൽ ധ്യാനം ക്രമീകരിക്കുകയും ചെയ്യുന്നു. 10, 11, 12, 13 തീയതികളായി രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് പകൽ ധ്യാനവും ക്രമീകരിക്കുകയാണ്. 14-ാം തീയതി ഇടവകയുടെ എല്ലാ മേഖലകളിൽ നിന്നും കാൽനട തീർത്ഥയാത്രയായി ദൈവമക്കൾ നടന്നു വരികയും ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ പൂമുഖത്ത് വെച്ച് അവരെ സ്വീകരിച്ച് തുടർന്ന് സന്ധ്യാനമസ്കാരവും പരിശുദ്ധ അമ്മയുടെ സൂനോറോ എടുത്ത് അത് വണങ്ങുവാനുള്ളതായ അവസരവും ക്രമീകരിക്കുന്നു. 15-ാം തീയതി രാവിലെ 7:30 മണിക്ക് പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ആയി ക്രമീകരിക്കുകയാണ്. ഇടവകയിലെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്നാണ് ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ക്രമീകരിക്കുന്നത്. ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് നാനാജാതി മതസ്ഥരായ എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവം ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ദൈവനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ.